അള്ളാഹു ഈ ഭൂമിയിൽ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വലിയൊരു ദൃഷ്ടാന്തമാണ് ഉറക്കം എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ആകാശം പോലെ, ഭൂമി പോലെ, സൂര്യൻ പോലെ, ചന്ദ്രൻ പോലെ, സമുദ്രം പോലെ, ഈ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങൾ പോലെ നമ്മുടെ മുന്നിൽ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഉറക്കത്തെ പരിചയപ്പെടുത്തുന്നത്. ഒമിനായാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലൈൽ വന്നഹാർ, രാവിലും പകലിലുമുള്ള നിങ്ങളുടെ ഉറക്കം ഈ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങൾ പോലെ ഒരു മഹാ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ പകലിൽ നിങ്ങൾ അധ്വാനിക്കുന്നതും അതിനുള്ള വഴി ഒരുക്കി തന്നതും റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ കാതുകളുള്ള, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാൾക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ ബാലൻസ് അഥവാ സന്തുലിതാവസ്ഥ താളം തെറ്റുകയാണ്. അയാളുടെ ശരീരം ഉദ്ദേശിച്ച രൂപത്തിൽ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുകയാണ്. ശരീരത്തിൽ ഒരുപാട് ജൈവികമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് നന്നായി ഉറങ്ങാൻ സാധിക്കാതെ ഗുളികകളിലും മരുന്നുകളിലുമൊക്കെ അഭയം തേടുന്ന ഒട്ടനവധി ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നും ഉറങ്ങാൻ വേണ്ടി നിരന്തരം ഗുളികകളെയും മരുന്നുകളെയും ഒക്കെ ആശ്രയിക്കുന്ന അനേകം ആളുകൾ സമൂഹത്തിലുണ്ട്. അവരാഗ്രഹിക്കുന്ന ഒന്ന് നന്നായി നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വലിയ വീടുകളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ലക്ഷങ്ങൾ വിലമതിക്കുന്ന കിടക്കയും ഉപകരണങ്ങളുമുണ്ട്. പക്ഷേ ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ മനസ്സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത ഒട്ടനവധി ആളുകൾ സമൂഹത്തിലുണ്ട്. വെടിയൊച്ചകളും ബോംബുകളുമൊക്കെ ഭയന്ന് ഒന്ന് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. അവിടെയാണ് ഉറക്കമെന്ന മഹാ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വജഅൽനാ നൗമകും സുബാത, ഉറക്കത്തെ അല്ലാഹു നിങ്ങൾക്കൊരു വിശ്രമമാക്കിയിരിക്കുന്നു. ആ ഉറക്കത്തെ രാത്രി ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവുമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ അയാൾ ലോകവുമായുള്ള സകല ബന്ധങ്ങളും അറ്റുപോകുന്ന രൂപത്തിൽ, ഈ ലോകവുമായി ഒരു ബന്ധവുമില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ്. കാരണം അവനിൽ നിന്ന് എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത് എന്ന് അവൻ അറിയാൻ കഴിയില്ല. ഏറ്റവും വലിയ ശത്രു അടുത്തു വന്ന് നിന്നാൽ പോലും അവൻ തിരിച്ചറിയുന്നില്ല, ഭയപ്പെടുന്നില്ല. കാരണം അവൻ ഉറക്കത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റുഫിഅൽ ഖലം അൻ സലാസ, മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അഥവാ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയില്ല. ആ കർമ്മങ്ങൾ രേഖപ്പെടുത്താത്ത ഒരു വിഭാഗം, അവന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്താത്ത ഒരു വിഭാഗം, ഒരു മനുഷ്യൻ ഉറങ്ങിയാൽ ഉണർന്നെണീക്കുന്നത് വരെ അവന്റെ നന്മകൾ തിന്മകൾ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉറക്കം മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മരണാനന്തരം മനുഷ്യനൊരു ജീവിതമുണ്ട് എന്നും ആ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസവുമുള്ള നമ്മുടെ ഉറക്കം. അഥവാ ആയിരക്കണക്കിന് തവണ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും അനുഭവമാണ് യഥാർത്ഥത്തിൽ ഉറക്കം മനുഷ്യന് നൽകുന്നത്. അഥവാ തികഞ്ഞ അബോധാവസ്ഥയിൽ എല്ലാം മറന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ്. അവൻ ആരാണ്, എന്താണ് എന്ന് ഓർമ്മയില്ലാതെ, പരിസര ബോധമില്ലാതെ, ചുറ്റുപാടുകളെ കുറിച്ച് അറിയാതെ ഒരു മനുഷ്യൻ മതിമറന്നുറങ്ങുകയാണ്. നേരം വെളുക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഓർമ്മകളെ അവന്റെ മനസ്സിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അവന് സ്ഥലകാല ബോധം വീണ്ടും കിട്ടുന്നു. അവന്റെ അവസ്ഥകളെ കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നു. അതെല്ലാം റബ്ബ് അവനെ ഉണർത്തിക്കഴിഞ്ഞെല്ലാം തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവന് ബോധമുണ്ടാകുന്നത്, ഓർമ്മകൾ ഉണ്ടാകുന്നത്, അതേ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പുനർജീവിതം പോലെ, അഥവാ പുനരുദ്ധാനം എന്താണ് എന്ന്, മരണാനന്തര ജീവിതം എന്താണ് എന്ന്, ആ മരണാനന്തര ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഉറക്കത്തിലൂടെ, ഉണർച്ചയിലൂടെ പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അന്ത്യനാളിൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും പറയുന്നത്, ആരാണ് യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാണ് ഉണർത്തിയത് എന്നാണ് ആ സമയത്ത് മനുഷ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിന്, പുനരുദ്ധാനത്തിന് വേറെ തെളിവുകൾ തേടിപ്പോകേണ്ടതില്ല. അതാണ് ഓരോ ഉറക്കവും മനുഷ്യരെ പഠിപ്പിക്കുന്നത്.
ഇപ്പോൾ 70 വയസ്സുള്ള ഒരു മനുഷ്യൻ അവനൊരു ദിവസം 7 മണിക്കൂർ ഉറങ്ങുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ 7 മണിക്കൂർ ഉറങ്ങുന്നു എന്ന് കരുതിയാൽ തന്നെ അവന്റെ ജീവിതത്തിൽ 21 വർഷങ്ങളോളം അവൻ ഉറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. 65 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു 6.5 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുന്നു എന്ന് കണക്കാക്കിയാൽ തന്നെ ഏകദേശം 17.5 വർഷമാണ് അവന്റെ ആയുസ്സിൽ അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ ഉറങ്ങുകയാണ്. ആ ഉറക്കം ഒരു ഇബാദത്തായി മാറണം. ആ ഉറക്കം അവന് കൂലി കിട്ടണം. അവന്റെ ഖബറിൽ, അവന്റെ പരലോകത്ത്, അവന്റെ കർമ്മങ്ങളുടെ തുലാസിൽ അവന്റെ ഉറക്കവും ഒരു അമലായി, കൂലി കിട്ടുന്ന ഒരു അമലായി മാറണം. അവിടെ ഒട്ടനവധി മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു വിശ്വാസി ഉറങ്ങാൻ പോകണം. അഥവാ അവന്റെ ശരീരത്തിൽ അവനൊരു മാംസം കഴിച്ച്, ഒരു ഇറച്ചി കഴിച്ച്, ആ ഇറച്ചിയുടെ ഒരല്പം നെയ്യ് അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അതുപോലും കഴുകിയിട്ടായിരിക്കണം അവൻ ചെന്ന് തന്റെ വിരിപ്പിൽ കിടക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ കയ്യിൽ അല്പം നെയ്യുണ്ടെങ്കിൽ അത് കഴുകാതെ അവൻ കിടക്കാൻ പോകരുത്. അഥവാ അത് പരിപൂർണമായി നീങ്ങാൻ ഒരല്പം സോപ്പ് ഉപയോഗിച്ചാണ് അവൻ കഴുകേണ്ടതെങ്കിൽ അങ്ങനെ കഴുകിയിട്ട് പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കഴുകാതെ അവന്റെ കയ്യിൽ അതിന്റെ പേരിൽ ഒരു പ്രാണി വന്നിരുന്ന് കടിച്ചാൽ, ഒരു ജീവി അതിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവിയിൽ നിന്ന്, ഒരു പ്രാണിയിൽ നിന്ന് ഒരു കൈ കഴുകാതെ അവൻ കിടക്കാൻ പോയാൽ അത് വേറെ ആരെയും അവൻ കുറ്റം പറയാതിരിക്കട്ടെ, അവൻ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃത്തിയായിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു, രാത്രിയായി കഴിഞ്ഞാൽ ഫഖുഫു സിബിയാനകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്. മഗ്രിബ് മുതൽ ഇശാഇന്റെ സന്ധ്യയായി കഴിഞ്ഞാൽ ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്നവരെ കുട്ടികളെ പിടിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിന് കാരണം പറഞ്ഞു, ഫഇന്ന ശയാതീന തൻതശുറു, പിശാചുകൾ പുറത്തിറങ്ങുന്ന വ്യാപരിക്കുന്ന സമയമാണിത്. ആ സമയത്ത് ചെറിയ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. വഉഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ രാത്രിയായാൽ വാതിലുകൾ അടയ്ക്കണം. എങ്ങനെ അടയ്ക്കണം? വെറുതെ അടച്ചാൽ പോരാ, ബിസ്മില്ല പറഞ്ഞടയ്ക്കണം. ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് ഒരു വിശ്വാസി അവന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കണം. കാരണം അങ്ങനെയുള്ള വാതിലുകൾ, അങ്ങനെ ബിസ്മില്ല ചൊല്ലി അടച്ച വാതിലുകൾ പിശാചികൾ തുറക്കുകയില്ല, അവിടേക്ക് പിശാചികൾ കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. രാത്രി കിടക്കാൻ നേരത്ത് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. അതും ബിസ്മില്ല ചൊല്ലിക്കൊണ്ടാണ് അവൻ പാത്രങ്ങൾ മൂടി വെക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് പാത്രം അടച്ചു വെക്കാൻ മറ്റൊരു പാത്രം കിട്ടിയില്ല എങ്കിൽ ഒരു കമ്പ് ഉപയോഗിച്ചെങ്കിലും അതിന്റെ പുറത്ത് ബിസ്മില്ല ചൊല്ലി അത് വെക്കണം. അതിന് പ്രതിരോധം ഉണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കത്തിച്ചു വെച്ച തീകൾ അണയ്ക്കണം. ഒരു രാത്രിയിൽ കറണ്ടില്ല എങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാം. ആ മെഴുകുതിരിയുടെ വെളിച്ചം അവിടെ ഉണ്ടാകട്ടെ. എന്ത് ചിന്തിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീയുള്ള ഒന്നും കത്തിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ഒരു എലി, ആ എലി വീട്ടുകാരെ ഒരു തിരി വലിച്ചിട്ടുകൊണ്ട് ഒരു വീട് മുഴുവൻ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജീവി ഓടി അതൊന്ന് തട്ടിയിട്ടാൽ അത് വീട് മുഴുവൻ കത്തിച്ചാമ്പലാകാൻ കാരണമാകുമെന്ന് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മദീനയിൽ ഒരു രാത്രി ഒരു വീടിന് തീ പിടിച്ചു. ഒരു വ്യക്തിക്ക് നല്ല രൂപത്തിൽ പൊള്ളലേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹിയ അദുവ്വുൻ ലക്കും, ഈ തീ എന്നുള്ളത് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഫൈദാ അനിംതു ഫത്ബിഊഹ അൻകും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തീ അണച്ചിട്ടേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ കേൾക്കാറുണ്ട് ചില വാർത്തകൾ, വിരിപ്പിൽ വെച്ച് ഇന്ന ജീവിയുടെ കടിയേറ്റു, ഇന്ന ജീവി അവനെ കടിച്ചു, അതിന്റെ പേരിൽ പ്രയാസപ്പെട്ട മരണം വരെ സംഭവിച്ച ഒട്ടനവധി വാർത്തകളുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിലേക്ക് കടന്നു ചെന്നാൽ ഒരുപക്ഷെ തലേ ദിവസം നല്ല രൂപത്തിൽ വിരിച്ചിട്ട ബെഡായിരിക്കും, നല്ല രൂപത്തിൽ വിരിച്ചിട്ട് ബെഡായിരിക്കും, അവനതിലേക്ക് കയറി കിടക്കരുത്. 3 പ്രാവശ്യം നന്നായി തട്ടിക്കുടഞ്ഞ് വിരിച്ചതിന് ശേഷമല്ലാതെ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾ കിടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ലാ യദ്രി മാ ഖൽഖുഹു അലൈഹി, എന്താണ് അതിൽ വന്ന് കേറിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. ഒരു വിശ്വാസി ഇത്ര കൃത്യമായി ഉറക്കത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ച വേറൊരു മതം, വേറൊരു ദർശനം നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല, ഒരു വിശ്വാസി അവന് തോന്നുന്നിടത്തൊക്കെ ഉറങ്ങാൻ അനുവാദമില്ല. ഉറങ്ങാൻ പാടില്ലാത്ത ഒട്ടനവധി സ്ഥലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാത്രിയാണ്, നല്ല ചൂടുള്ള സമയമാണ്,
അതുകൊണ്ട് ടെറസിൽ കയറി കിടന്നുറങ്ങാം എന്നൊരാൾ വിചാരിച്ചാൽ അവിടെ ചില നിബന്ധനകളുണ്ട്. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് അലാ സത്ഹിൻ ലൈസ ലഹു ബിമഹ്ജൂരിൻ അലൈഹി, അവൻ വീടിന്റെ മുകളിൽ ടെറസിൽ അവൻ ഉറങ്ങാൻ കിടക്കുകയാണ്, അതിന് ചുറ്റും അതിലില്ല, ആ ടെറസിന് മതില് കെട്ടിയിട്ടില്ല, ഓപ്പൺ ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ടെറസ് ആണെങ്കിൽ അത് അവിടെ ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അവിടെ ഉറങ്ങാൻ പാടില്ല. അവിടെ ഉറങ്ങണമെങ്കിൽ അതിന് തടയുണ്ടാകണം, മതിലുണ്ടാകണം. അങ്ങനെ മതിൽ കെട്ടിയ തട കെട്ടിയ ഒരു ടെറസിലല്ലാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരാൾ കിടന്നാൽ അല്ലാഹുവിന്റെ കാവൽ അവനിൽ നിന്ന് ഒഴിവാകും. അവനെ രക്ഷിക്കേണ്ട ചുമതല പടച്ചവനില്ല. പല അപകടങ്ങളും ഉണ്ടാകാം. ആ രാത്രിയിൽ അവൻ പല അപകടങ്ങളും ഉറക്കത്തിൽ അവനെ ബാധിക്കാം. അതുകൊണ്ട് മതിലില്ലാത്ത ഒരു ടെറസിൽ ഒരു വിശ്വാസി ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുന്നവന് അള്ളാഹുവിന്റെ കാവലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ചില ആളുകളൊക്കെ ചില യാത്രകളിൽ ചില ടെന്റുകൾ കെട്ടി പല സ്ഥലങ്ങളിലും മരുഭൂമികളിൽ വഴിയോരങ്ങളിലൊക്കെ കടക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ചില വഴികളിൽ നിങ്ങൾ കിടക്കരുത്. അഥവാ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ, അങ്ങനെയുള്ള വഴികൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കിടക്കരുത്. ആ വഴികൾ നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം. ആ വഴികളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചിലപ്പോൾ അത് വന്യമൃഗങ്ങളുടെ വഴിയായിരിക്കാം, ചിലപ്പോൾ വിഷജന്തുക്കളുടെ വാസസ്ഥാനമായിരിക്കാം. അതുകൊണ്ട് വഴികളിൽ പരസ്യമായി ആ രൂപത്തിൽ നിങ്ങൾ കിടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ ഉറങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അത് ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുന്നത്, ഒറ്റയ്ക്കാളർ ഉറങ്ങുന്നത് വളരെ കർശനമായി ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. പരമാവധി ഒറ്റയ്ക്ക് ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊരു വാർത്തയുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനെ, ഒറ്റയ്ക്ക് വീട്ടിൽ താമസിച്ചൊരു മനുഷ്യൻ നായ കടിച്ച് ശരീരഭാഗങ്ങൾ വേർപെടുത്തപ്പെട്ട അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് നമ്മൾ വായിച്ചു. എന്തുകൊണ്ടത് പുറത്തറിയാതെ പോയി? ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ രോഗമുണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ കൂടെ ആരും ഉണ്ടാകാത്തൊരവസ്ഥയുണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യൻ അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുന്നത് യാദൃച്ഛികമായ ചില സമയങ്ങളിൽ, അനിവാര്യമായ ചില സമയത്ത് അത് വേണ്ടി വരുമെന്നതല്ലാതെ സ്ഥിരമായി അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു, 70 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ 20 വർഷത്തോളം അവൻ ഉറങ്ങുന്നു. അങ്ങനെ വലിയൊരു കാലഘട്ടം ഉറങ്ങിത്തീർക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിയുടെ ഉറക്കം ഒരു മൃഗം ഉറങ്ങുന്നത് പോലെയല്ല അവൻ ഉറങ്ങേണ്ടത്. അതല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യൻ കയറിക്കിടന്നുറങ്ങുന്നത് പോലെയല്ല ഒരു വിശ്വാസി ഉറങ്ങേണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ചില മര്യാദകൾ പഠിപ്പിച്ചു. നിങ്ങൾ കിടക്കുകയാണെങ്കിൽ തന്നെ കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. ദിഹ്ഫത്തുൽ ഖുഫാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി കമിഴ്ന്ന് കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ തട്ടി, എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കിടക്കരുത്, എന്തൊരു കിടത്തമാണ്. ഈ കിടത്തത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് റബ്ബ് വെറുക്കുന്ന കിടത്തമാണ്. കമിഴ്ന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ ശരീരത്തിൽ ചില രോഗങ്ങളുടെ അവസ്ഥ കൊണ്ട് അനിവാര്യമാണെങ്കിൽ കിടക്കേണ്ടി വരാമെന്നതല്ലാതെ ഒരു വിശ്വാസി കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ അത് റബ്ബിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഉറക്കമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് നരകവാസികൾ കിടക്കുന്ന കിടത്തമാണ്, ഒരു വിശ്വാസി അങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ അവൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവന് കടമുണ്ടെങ്കിൽ, അതെങ്കിൽ ഏതെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കണം. കാരണം ഉറക്കത്തിൽ ഒരുപക്ഷെ അവൻ ഉണർന്നു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവന് കിട്ടാനുള്ളത്, അതേപോലെ തന്നെ അവൻ കൊടുക്കാനുള്ളത് കൃത്യമായ ഒരു വിശ്വാസി രേഖപ്പെടുത്തണം. അവന്റെ വീട്ടിൽ ഒരു ഡയറിയോ ഒരു ബുക്കോ മറിച്ചു നോക്കിയാൽ അവൻ കൊടുക്കാനുള്ള കടം അവന്റെ വീട്ടുകാർക്ക് നോക്കിയാൽ കാണാൻ കഴിയണം. ഇതൊരു വിശ്വാസി എഴുതി വെക്കണമെന്നാണ്. അവൻ ഉറങ്ങുന്നതിന് മുന്നേ എഴുതി വെക്കണം. കാരണം ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണർന്നെണീക്കുമെന്നുള്ളൊരു ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയത്തുണ്ടെങ്കിൽ, കടബാധ്യതയുണ്ടെങ്കിൽ, അത് കിട്ടാനുള്ളതാണെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിലും എഴുതി വെച്ചിട്ടായിരിക്കണം നീ കിടക്കേണ്ടത്. ഇത് കേട്ടതിന് ശേഷം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് ഉള്ള ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ, അഥവാ കടവും അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്താണോ അവന് വസിയത്തായി പറയാനുള്ളത് അത് രേഖപ്പെടുത്താതെ എഴുതി വെക്കാതെ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് അവൻ ഉറങ്ങാൻ പോകേണ്ടത്? ശുദ്ധിയോട് കൂടിയായിരിക്കണം, ഒളു എടുത്തുകൊണ്ടായിരിക്കണം അവൻ ഉറങ്ങാൻ പോകേണ്ടത്. ഇതാ നമസ്കാരത്തിന് ഒളു എടുക്കുന്നത് പോലെ നീ ഒളു എടുത്തുകൊണ്ടായിരിക്കണം ഉറങ്ങാൻ പോകേണ്ടത്. അഥവാ ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഒരാളോട് ഒളു എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയാസമായിരിക്കും.
ആ സമയത്തല്ല, മറിച്ച് ഉറങ്ങുന്നതിന് അല്പം മുമ്പ് തന്നെ, കുറച്ച് മുമ്പ് തന്നെ അവന് ഒതു കൊടുക്കുക. അവിടെ ഒരുപാട് അദ്കാറുകളുണ്ട്, ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ഖുർആൻ പാരായണമുണ്ട്. അതൊക്കെ ചൊല്ലി അവനങ്ങനെ കിടക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സമയത്ത് ഒളുവിന് ചില വലിയ പ്രത്യേകതകളുണ്ട് എന്ന്. ഒരു വിശ്വാസി ഒളു എടുത്തുകൊണ്ട് ഉറങ്ങിയാൽ ആ ഒളുവിന് വലിയ പ്രത്യേകതകളുണ്ട്. ശുദ്ധിയായി ദിക്റ് ചൊല്ലി അവൻ കിടന്ന് ഒളു എടുത്തവൻ കിടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവന് ഉറക്കം വരുന്നില്ല. ചില ആളുകൾക്ക് യാദൃച്ഛികമായി അങ്ങനെ സംഭവിക്കാം. അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ അവൻ ഉറക്കത്തിനിടയ്ക്ക് ഉണർന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ സമയത്ത് ഒരു വിശ്വാസി ഈ ദുനിയാവിന് വേണ്ടി അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ, ദുനിയാവിലെയോ ആഖിറത്തിലെയോ എന്തെങ്കിലും നന്മ ഇവൻ ഒളുവെടുത്ത് ദിക്റ് ചൊല്ലിയാണ് കിടക്കുന്നതെങ്കിൽ ആ സമയത്ത് അവൻ ആ കിടപ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് നൽകാതിരിക്കുകയില്ല. ഇത് ഒളുവെടുത്ത് ആൾക്ക് കിട്ടുന്ന വലിയൊരു ഓഫറാണ്, വലിയൊരു പ്രതിഫലമാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫി ശിആരിഹി. അങ്ങനെ ഒളു എടുത്തുകൊണ്ടാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ അവന്റെ സമീപം ഒരു മലക്കുണ്ടായിരിക്കും, ഒരു മലക്ക് വരും. ഫലം യസ്തൈഖ്, അങ്ങനെ അവൻ ഉണർന്നെണീറ്റ് കഴിഞ്ഞാൽ ആ മലക്ക് പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാനിൻ ഫഇന്നഹു ബാത ത്വാഹിറ. ഉണർന്നെണീറ്റാൽ ഉടനെ ഈ വ്യക്തിക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഈ അടിമയ്ക്ക് പുറത്തു കൊടുക്കണേ, ഈ അടിമ ഇന്നലെ കിടന്നുറങ്ങിയത് ഒളുവോട് കൂടിയാണ്, അംഗശുദ്ധിയോട് കൂടിയാണ് എന്ന് ആ മലക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ഒളുവെടുത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. ഇനി ഒരാൾ ജനാപത്തുകാരനായാൽ, വലിയ അശുദ്ധിക്കാരനായാൽ, അവൻ രാത്രിയിൽ തന്നെ കുളിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സുബഹി നമസ്കാരത്തിന് മുന്നേ കുളിക്കാം. ആ സുബഹി നമസ്കാരത്തിന് മുന്നേ കുളിക്കാം. പക്ഷെ രാത്രിയിൽ ഒളുവെടുത്തുകൊണ്ട് കിടക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഉറക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ്. മറ്റൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം അവൻ കിടക്കേണ്ടത്. അവന്റെ കിടത്തം തുടങ്ങേണ്ടത് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. പിന്നെ അങ്ങോട്ട് വേണമെങ്കിലും അവൻ തിരിഞ്ഞു കിടക്കാം. വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടവൻ കിടക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മര്യാദയാണ്. അതേപോലെ വലത് കൈ അവന്റെ കവിളിൽ ഒരു തലയിണ പോലെ ചേർത്ത് വെച്ചുകൊണ്ട്, വലത് കൈ അവന്റെ കവിളിൽ ഒരു തലയിണ പോലെ ചേർത്ത് വെച്ച് കിടക്കൽ സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു മര്യാദ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത റബ്ബിനെ കാവലേൽപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങേണ്ടത്. പല ആളുകളുടെയും പ്രശ്നം ഭീകരമായ പ്രയാസപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു, ഞെട്ടിയണിക്കുന്നു. അതിനുള്ള പരിഹാരം അവൻ ആയത്തുൽ കുർസി മനസ്സിൽ തട്ടിക്കൊണ്ട് ഓതുക എന്നുള്ളതാണ്. കേവലം നാവ് കൊണ്ട് ഓതലല്ല, മറിച്ച് അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് അവൻ മനസ്സിൽ തട്ടി ആയത്തുൽ കുർസി ഓതുക എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലയസാലു അലൈക മിനല്ലാഹി ഹാഫിദുൻ. അല്ലാഹുവിൽ ഒരു സംരക്ഷകനെ, ആയത്തുൽ കുർസി ഓതി കിടക്കുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു ഒരു സംരക്ഷകനെ നിയോഗിക്കും. നേരം വെളുക്കുന്നവരെ പിശാച് അവനെ സമീപിക്കുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. നാലാമത്തെ ഒരു മര്യാദ സൂറത്തുൽ ഫലഖും നാസും അതേപോലെ ഇഖ്ലാസും ഓതുക എന്നുള്ളതാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആവാ ഇലാ ഫിറാശിഹി കുല്ല ലൈല ജമഅ കഫൈഹി. അവന്റെ കൈകൾ അവൻ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം, എന്നിട്ട് അവൻ കൈകളിലേക്ക് ഊതണം. എന്നിട്ട് ഈ സൂറത്തുകൾ 3 മോദി അവന്റെ ശരീരത്തിൽ തല മുതൽ കൈ എവിടെയാണോ എത്തുന്നത് അത്രയും ഭാഗങ്ങളിൽ അവൻ തടവണം. അങ്ങനെ 3 പ്രാവശ്യം ഇത് ആവർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സംരക്ഷണമാണ് അവൻ ആ രാത്രിയിൽ റബ്ബിൽ നിന്ന് കിട്ടുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ മര്യാദ ആമന റസൂലു എന്ന പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതുക എന്നുള്ളതാണ്. ആ 2 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ രാത്രി മുഴുവൻ സംരക്ഷണമായി 2 ആയത്തുകൾ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 6-ാമത്തെ അവൻ ചെയ്യേണ്ട ഒരു കാര്യം ഖുർആനിലെ ചെറിയൊരു അധ്യായം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതുക. വഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് അവനത് സംരക്ഷണം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 7-ാമതായി ഒട്ടനവധി പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് പഠിക്കാൻ നമുക്ക് ലഭ്യമായ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്, ആപ്പുകളുണ്ട്, അതേ കാര്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ ചൊല്ലി അങ്ങനെ ഒരു വിശ്വാസി ഉറങ്ങുക. ഇങ്ങനെ ഒട്ടനവധി മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങേണ്ടത്. ഇതൊക്കെ
ചുരുക്കത്തിൽ ഇതല്ലാത്ത ഒട്ടനവധി മര്യാദകളും വേറെയുണ്ട്. ഇതെങ്കിലും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മളും ചൊല്ലി ഈ രൂപത്തിൽ നമ്മുടെ ഉറക്കം അത് പുണ്യകരമായ ഉറക്കമാക്കി പ്രതിഫലം കിട്ടുന്ന ഉറക്കമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اتقوا الله عباد الله. ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ ഉറക്കത്തെ ഒരു മരണമായിക്കൊണ്ടാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ റൂഹിനെ, ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കും. വല്ലതീ ലം തമുത് ഫീ മനാബിഹാ. അല്ലാത്ത ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും അവന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ഉറക്കത്തിൽ അവന്റെ റൂഹിനെ പിടിക്കുന്നുണ്ട്, ജീവനെ അല്ല പിടിക്കുന്നത്. ഉറങ്ങുന്ന മനുഷ്യന്റെ ജീവനുണ്ടെങ്കിലും റൂഹ എന്ന റബ്ബിനെ മാത്രം അറിയാവുന്ന സവിശേഷമായ ആ കാര്യത്തെ അവിടെ പിടിക്കപ്പെടുന്നുണ്ട്. പിന്നീട് മരണത്തിന് തുല്യമായ ഒരു അവസ്ഥയിലൂടെയാണ് ഒരു മനുഷ്യൻ അവന്റെ ഉറക്കത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് എത്രയോ ജാഗ്രതയുള്ള പ്രാർത്ഥനകളാണ് ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അവൻ പറയാണ്, ഇന്നംസക്ത നഫ്സി വർഹംഹാ. അല്ലാഹുവേ, നീ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണം. നീ അതിനെ തിരിച്ചയക്കുകയാണെങ്കിൽ സാലിഹായ നിന്റെ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ അല്ലാഹുവേ നീ അതിനെ സംരക്ഷിക്കണമേ എന്നാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അഥവാ ഉറക്കം എന്നുള്ളത് ഒരു മരണത്തിന് തുല്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ ആളുകൾ അവർ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ഭക്ഷണം കഴിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് കിടന്ന പല ആളുകളും പിന്നീട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാത്ത ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഉറക്കം വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. പലരും കാതുകളിൽ ത്രസിപ്പിക്കുന്ന സംഗീതത്തിന്റെ അകമ്പടി കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആളുകളുണ്ട്. വൃത്തികേടുകൾ കണ്ട്, അശ്ലീലങ്ങൾ കണ്ട് ഫോൺ സൈറ്റുകളിൽ കയറി ഏറ്റവും വലിയ ഹറാമുകളിൽ അഭിരമിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞ് കട്ടിലുകൾ മാറിക്കിടക്കുന്ന അങ്ങനെ വഴക്കും ആ രൂപത്തിലെ പ്രയാസങ്ങളും വീട്ടിലുണ്ടാക്കി മലക്കുകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങി ഉറങ്ങുന്ന എത്രയോ വീടുകളുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ ഉറക്കം ഒരു മരണത്തിലേക്കാണോ എന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ അതിമഹത്തായ അപാരമായ അനുഗ്രഹത്താൽ അവൻ നമുക്ക് നമ്മുടെ ജീവനെ തിരിച്ചു നൽകുന്നെങ്കിൽ ആ ഉറക്കം അത് ഏറ്റവും നല്ല രൂപത്തിൽ ജാഗ്രതയോടുകൂടി ഉറങ്ങാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ആളുകൾ രാത്രികളെ ഹയാത്താക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങാടികളിൽ, ടെർഫുകളിൽ, വഴിയോരങ്ങളിൽ, ക്ലബ്ബുകളിൽ ഇന്ന് സജീവമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഉറക്കം എന്ന മഹാ അനുഗ്രഹത്തെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു സമൂഹം. അങ്ങനെ ആ ഉറക്കത്തെ, രാത്രിയിലെ ഉറക്കത്തെ പാഴാക്കി സുബഹി പോലും നഷ്ടപ്പെടുത്തി, സുബഹി പോലും നമസ്കരിക്കാതെ ആ രൂപത്തിൽ ആ സുബഹി എന്ന മഹാ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്ന വലിയ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒട്ടനവധി ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറയുന്ന ഒരു വാചകം കാണാം. എന്താ സഹാബി ചെയ്തത്? രാത്രി ഉറങ്ങുകയില്ല എന്ന് തീരുമാനിക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി, രാത്രി നമസ്കാരത്തിന് വേണ്ടി ഞാൻ ഇനി ഒട്ടും ഉറങ്ങുന്നില്ല. ആ രൂപത്തിൽ ഉറങ്ങാതെ രാത്രി നമസ്കരിക്കുന്ന ഒരു സഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സഹാബിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ആ സഹാബി ഉറക്കം തീരെ വേണ്ടെന്ന് വെച്ചു. രാത്രി നമസ്കാരത്തിന് വേണ്ടി, അഥവാ രാത്രി മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടി ഒട്ടും ഉറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച സഹാബിയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അപ്രകാരം ചെയ്യരുത്. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കണ്ണുകൾ കുഴിയും, നിന്റെ ശരീരം ക്ഷീണിക്കും. നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ഇണയോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഈ രൂപത്തിൽ പൂർണ്ണമായി ഉറക്കമൊഴിക്കരുത് എന്ന് നിസ്കാരത്തിന് പോലും ആ പൂർണ്ണമായി ഉറക്കമൊഴിച്ചൊരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വിനോദങ്ങൾക്ക് വേണ്ടി, ആ അത്തരത്തിൽ ഹറാമുകൾക്ക് വേണ്ടി, ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കത്തെ പരിപൂർണമായി നഷ്ടപ്പെടുത്തുന്ന ആ ആളുകൾ എത്ര ഗൗരവമായി കൊണ്ടാണ് ആ നിഅമത്തിനെ പാഴാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ഉറക്കം അത്
നമ്മുടെ ജീവിതത്തിൽ ആ ഓരോ നിമിഷവും പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ പുണ്യങ്ങൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കബറുകളിലേക്ക് പുണ്യം വന്നെത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ആഖിറത്തിൽ നമുക്ക് പുണ്യം കിട്ടുന്ന നിമിഷങ്ങളാക്കി നമ്മുടെ ഉറക്കത്തെ മാറ്റാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിൽ ജാഗ്രത കാണിക്കണം. ആ രൂപത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങാൻ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഉറക്കമായി നമ്മുടെ ഉറക്കത്തെ മാറ്റാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ വെഞ്ഞാക്കലിൽ താമസിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ വൃക്കയുമായി ബന്ധപ്പെട്ട്, വൃക്കയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ധനസമാഹരണം വരുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും വീടുകളിൽ വെച്ച് നടക്കുമെന്ന് സംയുക്ത കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഓർമ്മയുണ്ടാകണം. ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ ഓരോ സഹോദരങ്ങളും അവിടെ വീടുകളിൽ അതിൻ്റെ കമ്മിറ്റിക്കാരെത്തുമ്പോൾ വേണ്ട രൂപത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ കളക്ഷൻ, അതേപോലെ നമ്മുടെ പള്ളിയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 2-3 സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ ഏറെ ദീനീ രംഗത്ത് ദഅവാ സാധ്യതയുള്ള, ഏറെ ആളുകൾക്ക് വെളിച്ചം കിട്ടുന്ന ഒരു അള്ളാഹുവിൻ്റെ ഭവനം, ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പള്ളിയിൽ അള്ളാഹുവിൻ്റെ ബാങ്ക് വിളിക്കുന്ന ആ ബാങ്കിൻ്റെ അലയൊലികൾ എവിടെയൊക്കെ എത്തുന്നുവോ ആ സർവ്വചരാചരങ്ങളും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ എത്ര ആളുകൾ സുജൂദ് ചെയ്യുന്നുവോ ആ കാലം, ആ സുജൂദ് ചെയ്യുന്ന ഓരോ സുജൂദും നമ്മുടെ ഖബറിലേക്കും നമ്മുടെ അമലിലേക്കും പ്രതിഫലമായി കടന്നു വരുന്ന ഒരു മഹത്തായ കർമ്മമാണ് പള്ളി നിർമ്മാണം. ആ പള്ളി നിർമ്മാണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനം ബന മസ്ജിദൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ അവന് ഒരു ഭവനമുണ്ട് എന്നാണ്. ആ ഭവനം ഫിൽ ജന്നതി മിസ്ലുഹു, സ്വർഗ്ഗത്തിൽ തത്തുല്യമായ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നിർമ്മിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരു പള്ളി പൂർണ്ണമായി പണിയണമെന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ഒരു കുരുവിക്കൂടിൻ്റെ അത്ര അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാണോ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത്? അത് കൊടുത്താൽ സ്വർഗത്തിൽ ഒരു ഭവനം ആ മനുഷ്യന് വേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ അറുത്ത് കൊടുത്തു വിടുകയാണ്, വിതരണം ചെയ്യാൻ വേണ്ടി, ദാനം ചെയ്യാൻ വേണ്ടി. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ആയിഷ എന്താ ബാക്കിയായത്? ഒരു ആടിന്റെ കുളമ്പ് കാണിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇതാണ് ബാക്കിയായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, അല്ല ആയിഷ, നീ ജനങ്ങൾക്ക് കൊടുത്തതെന്തോ അതാണ് ബാക്കിയായത്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതേ ബാക്കിയാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നത്, അള്ളാഹു ഇരട്ടിയായി തിരിച്ചു തരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. നമ്മൾ നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നവരാണിത്. റബ്ബിന്റെ ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് വെളിച്ചമെത്തുന്ന, ഒരുപാട് സുജൂദുകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ കാര്യത്തിന് വേണ്ടി ചില സഹോദരങ്ങൾ അവരുടെ ഉപജീവനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിവിന്റെ പരമാവധി സഹകരിക്കുക. ഒരു പക്ഷേ ഇന്ന് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ എന്നാണ് കൊടുക്കാൻ കഴിയുന്നത് അത് അറിയിക്കുക. ഇനി അടുത്ത മാസമാണ് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അവരെ അറിയിക്കുക. ആ പറഞ്ഞ ദിവസത്തിൽ കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഒരു മഹത്തായ ദൗത്യവുമായി എത്തിച്ചേർന്ന ആ സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന ആ സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തിരിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. والصلاة والسلام على أشرف المرسلين. الحمد لله رب العالمين.